ഹേ ഗായ്സ്, ഇറ്റ്സ് മീ അപ്പൂസ് ആൻഡ് വെൽക്കം ബാക്ക് ടു സ്റ്റിച്ച് ലാബ് ബൈ അപ്പു. നമ്മളുടെ ചാനലിൻ്റെ പേര് യുണീക്ക് സ്റ്റിച്ചിങ് എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ സ്റ്റിച്ച് ലാബ് ബൈ അപ്പു എന്നാക്കിയിട്ടുണ്ട്. ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വാരിയസ് ഷെയ്ഡ്സ് ഓഫ് ലൈറ്റ് ഗ്രീനിലുള്ള ഒരു ഫ്രോക്കാണ്. അത് എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ക്രേപ്പ് മെറ്റീരിയലാണ്. ക്രേപ്പ് മെറ്റീരിയൽ തന്നെ ആദ്യം ഏറ്റവും ലൈറ്റ് ഷെയ്ഡിലുള്ള പാർട്ട് വെച്ചിട്ടാണ് ഞാൻ ആദ്യം യോക്ക് പോർഷൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങളുടെ അളവിന് കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഏകദേശം എൻ്റെ അളവിന് വെച്ചിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 13 ഇഞ്ചൊക്കെയാണ് ലെങ്ത്ത് വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ വീതിയും നീളമൊക്കെ മാർക്ക് ചെയ്തിട്ട് നിങ്ങളത് കട്ട് ചെയ്തെടുക്കുക. പിന്നെ സ്ക്വയർ നെക്കാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടും ബാക്കും സ്ക്വയർ നെക്ക് തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ലൈനിങ് വെച്ചിരിക്കുന്ന ഒരു ഫ്ലൂറസെൻറ്റ് ഗ്രീനാണ്. ഫ്ലൂറസെൻറ്റ് ഗ്രീൻ വെക്കാൻ കാരണം ഇത് കുറച്ചുകൂടി ഒന്ന് ലൈറ്റ് ഗ്രീനായിട്ട് തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഏത് ഷെയ്ഡാണെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല. ബിക്കോസ് ഇതിനേക്കാളും കളറുണ്ട് കേട്ടോ. ഫ്രണ്ട് പോർഷന് ഇതിൽ കാണുമ്പോൾ ഒരു വൈറ്റ് ആയിട്ട് തോന്നും. അപ്പോൾ നമ്മൾ ഷോൾഡറും കൂട്ടി പിന്നെ അതുപോലെ തന്നെ ഇനി വണ്ണവും ജോയിൻ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. കൈ വെക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ വണ്ണം കൂട്ടാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഇനി താഴോട്ടുള്ള പോർഷൻ എങ്ങനെ ഉണ്ടാക്കും നോക്കാം. അപ്പോൾ നമ്മുടെ യോക്ക് പോർഷനേക്കാളും ഒരു ഷെയ്ഡ് മുന്നിലായിട്ടുള്ള ഗ്രീൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് 10 ഇഞ്ചാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ യോക്ക് പോർഷൻ താഴേക്ക് എത്രത്തോളം ലെങ്ത്താണ് ആ ഫ്രോക്കിന് വേണ്ടതെന്നുള്ളതിൻ്റെ ബേസിലാണ് എത്ര ഇഞ്ച് കട്ട് ചെയ്യുന്നുള്ളത് കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ ഈ 10 ഇഞ്ച് എന്ന് പറയുന്നത് നീളം അതിൻ്റെ ഈ യോക്ക് പോർഷൻ്റെ ബേസ് ഉണ്ടല്ലോ, അതായത് നമ്മളുടെ വേസ്റ്റിൻ്റെ ഡബിളാണ് ഇതിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. 10 ഇഞ്ച് നീളവും 10 ഇഞ്ച് വീതിയും അതുപോലെ തന്നെ യോക്ക് പോർഷൻ്റെ ഡബിളുമാണ് നമ്മളതിൻ്റെ നീളം എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഫസ്റ്റത്തെ ലെയർ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. പിന്നെ നിങ്ങളുടെ ലെങ്ത്ത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇനി അടുത്ത ലെയറാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതും സെയിം ഷെയ്ഡ് ഓഫ് ഗ്രീൻ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ലെയറിൻ്റെ അതേ ഷെയ്ഡ് ഗ്രീൻ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ലെങ്ത്ത് എങ്ങനെയാണ് നിങ്ങൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് നിങ്ങൾക്ക് താഴോട്ട് എത്ര ലെങ്ത്താണോ വേണ്ടത് അതേ ഡിവൈഡഡ് ബൈ 4. ഇപ്പോൾ ഒരു 4 അല്ലെങ്കിൽ 3, 20 നിങ്ങൾക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതേ ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് 5 ഇഞ്ച് വീതിയിലുള്ള 4 ലെയർ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത്, ഒരു ലെയറിന് ഏകദേശം എത്ര ലെങ്ത്താണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ബേസിൽ നമുക്കതിനെ ഡിവൈഡ് ചെയ്തിട്ട് കട്ട് ചെയ്ത് അടിക്കാവുന്നതാണ്. ഞാനിവിടെ എനിക്ക് 30 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഞാനൊരു 3 എണ്ണത്തിൻ്റെ 10 ലെയർ ആക്കാമെന്ന് വിചാരിക്കില്ല. 10 ലെയറിൻ്റെ എന്താണ് എനിക്ക് പറ്റിയത്, 3 ലെയർ, അതും 10 ഇഞ്ച് വീതിയിൽ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഫസ്റ്റ് തൊട്ടിട്ട് തെറ്റിപ്പോയതാണ്, സോറി ഗൈസ്. പിന്നെ ഇത്രയും നാൾ വീഡിയോ ഇടാത്തത് എന്താണെന്ന് വെച്ചാൽ മടി, വേറൊന്നുമില്ല, റീസൺ വേറൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ ഇതും സ്റ്റിച്ച് ചെയ്ത് കഴിയാനായിട്ടുണ്ട്. പിന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തവരായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഇതുപോലുള്ള കുറേ വീഡിയോസ് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ചാനലിൽ. അപ്പോൾ ഉറപ്പായിട്ടും ഫുൾ അക്ഷരത്തെറ്റാണല്ലോ, എനിക്ക് വയ്യ. ഓക്കെ, ഇതാണ് നമ്മളങ്ങനെ ഫസ്റ്റത്തെ 2 ലെയർ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ലുക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നില്ല, ലാസ്റ്റ് കണ്ടാലും പ്രത്യേകിച്ചൊന്നും തോന്നാൻ പോകുന്നില്ല, എനിക്കറിയില്ല, കണ്ടു നോക്കി നോക്ക്. അപ്പോൾ ഇനി ഇതിനേക്കാളും ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഒരു ഡാർക്ക് ഷെയ്ഡ് ഗ്രീനാണ് എടുത്തിരിക്കുന്നത്. ഇത് നൈറ്റാണ് കേട്ടോ ഈ പോർഷൻ എടുത്തത്, അതുകൊണ്ടാണ് ഇതിന് വേറൊരു കളർ ഗ്രേഡ്, മറ്റേ വീഡിയോനെ പോലെയൊന്നും ആയിരിക്കില്ല. എന്നിട്ടും പക്ഷേ ഞാൻ സ്റ്റിച്ച് ചെയ്തത് രാവിലെയാണ്, അത്രയൊക്കെ ആത്മാർത്ഥത എനിക്കുള്ളൂ. അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് ലാസ്റ്റത്തെ ലെയറാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഞൊറിവെടുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരിക്കലും അകവും പുറവും തെറ്റിച്ച് സ്റ്റിച്ച് ചെയ്ത് പണി കിട്ടും. എനിക്ക് കിട്ടിയതാണ്. കാരണം നമ്മൾ ഉള്ളുഭാഗം പുറത്തേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് എനിക്ക് അഴിച്ച് വീണ്ടും സ്റ്റിച്ച് ചെയ്യേണ്ടി വന്നു. അപ്പോൾ കെയർ എടുത്ത് സമയമെടുത്തൊക്കെ ചെയ്താൽ മതി, ഒരു തിരക്കും ഇല്ലാന്ന്. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ഞൊറിഞ്ഞെടുത്ത് സ്റ്റിച്ച് ചെയ്ത് വരിക. ഇനി നമ്മൾക്ക് ഫൈനൽ ലുക്കിലേക്ക് പോകാം. ഫൈനൽ ലുക്ക് പറയുമ്പോഴേക്കും നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പഫ് സ്ലീവാണ് കേട്ടോ വെച്ചത്. അറ്റത്ത് ഇങ്ങനെ എലാസ്റ്റിക് ബാൻഡ് ഉണ്ട്. ബിക്കോസ് എനിക്ക് വലിയ സ്ലീവ് വേണമെന്നായിരുന്നു താല്പര്യം, പക്ഷേ ക്ലോത്ത് അതിന് മാത്രം ഉണ്ടായിരുന്നില്ല. സോ ഇങ്ങനത്തെ സ്മോൾ സ്ലീവാണ് വെച്ചാൽ നിങ്ങൾ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വലിയ സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. വലിയ സ്ലീവൊക്കെ ഞാൻ ഇതിന് മുന്നിലൊരു ഫ്രിക്കിൻ്റെ കട്ടിങ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതാണ് താഴെ വരെയുള്ള ലെയർ. നെക്കൊക്കെ കുറച്ച് കുഴപ്പമില്ല. ഇനി എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ ഈ യോക്ക് പോർഷൻ ഒരു വൈറ്റ് ആയിട്ട് തോന്നുമെങ്കിലും അല്ല, ഇത് ആക്ച്വലി ഒരു ലൈറ്റ് ഗ്രീനാണ്. പിന്നെ ഫസ്റ്റത്തെ 2 ഷെയ്ഡും ലെയറും അതിനേക്കാളും കുറച്ചുകൂടി ഡാർക്കറായിട്ടുള്ള ഒരു ലൈറ്റ് ഗ്രീനാണ്. പിന്നെ ഏറ്റവും താഴത്തെ ലെയർ അതിനേക്കാളും ലെയറായിട്ടുള്ള ഒരു ഡാർക്ക് ഗ്രീനിൻ്റെ ലൈറ്റ് വേർഷനാണ്. അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്, ഇഷ്ടപ്പെട്ടോ? പിന്നെ കട്ടിങ് വീഡിയോ മനസ്സിലാവാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് വീഡിയോ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചെയ്താൽ മതി. പിന്നെ ഞാൻ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ പറഞ്ഞു തരാവുന്നതാണ്. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു ഗൈസ്.